ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിദ മൊയ്തീൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ടേസ്റ്റി ചെമ്മീൻ ഫ്രൈ ആണ്. ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പിയിലോട്ടായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു 1 kg ചെമ്മീൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രഷ് ആക്കിയിട്ട് കഴുകിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നമ്മൾ ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് മസാല തേച്ച് വെക്കാം. അതിലോട്ടായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് ആയിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഫിഷ് മസാല, പിന്നെ കുറച്ച് തക്കാളിയുടെ നീര് നമ്മൾ ഇതോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. നല്ലൊരു ടേസ്റ്റാണ് ഇത് ചേർത്ത് കൊടുത്താൽ കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ചില്ലി പൗഡറൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടാവുന്നതും കുറക്കാവുന്നതും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ വിനീഗറും കൂടി നമ്മൾ ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി നമ്മൾ ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലോട്ടായിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കറി ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ നമ്മൾ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. ഈ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ നമുക്ക് ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ചെമ്മീനൊക്കെ ഒന്ന് വേവാനായിട്ട് നമ്മുടെ പാൻ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അടച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ നമ്മളിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമൻറ്റും കൂടി ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.